Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to me. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ പറയാനാണ്. എല്ലാവർക്കും അറിയുന്നൊരു യൂട്യൂബറാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, വയനാടൻ വ്ളോഗർ, ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഈ ഒരു ഫാമിലി ഇപ്പം വളരെയധികം ഒരു വലിയ ക്രൈസിസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് അവരുടെ ഭാഗത്തുള്ള തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും അവരുടെ ഭാഗത്തുള്ള തെറ്റല്ല, കുറച്ച് കുറച്ച് തന്തയില്ലാത്ത, അങ്ങനെ തന്നെ വേണം പറയേണ്ടി വരിക, കുറച്ച് തന്തയില്ലാത്ത കുറച്ച് പിള്ളേർ കാണിച്ച പണിയാണിത്. മുതിർന്നവരല്ല, പിള്ളേർ കാണിച്ച പണിയാണിത്. അതായത് ഇപ്പം അവരിടുന്ന കുറച്ച് വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ പ്രൈവറ്റ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ് സ്ഥിരമായിട്ട് വരുന്നത് എന്നാണ് അവർ പറയുന്നത്. അവരതൊരു വീഡിയോ ആയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അവിചാരിതമായിട്ട് ഞാൻ കാണാനിടയായി. അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ ഒരു വീഡിയോ. അവർ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല, അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാ ഐ ഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അവരിത് ആരാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് ഇത് 15, 16 ഒക്കെ വയസ്സുള്ള കുറച്ച് കുട്ടികളാണ് ഇങ്ങനെ അവരുടെ അക്കൗണ്ടിൽ, അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് വേറെ ആരുടെയോ വീഡിയോ ആണ് ഇവരുടെ വീഡിയോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും. അത് കുറേ പേര് കണ്ടു, കുറേ പേർക്ക് ഇവിടെ വിറ്റു. ഇതിനൊക്കെ നല്ല ക്യാഷാണ്. അപ്പം ഈ ഒരു ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ക്യാഷ് ഇല്ലാതെയൊന്നും ജീവിക്കാൻ പറ്റില്ല. മൊബൈൽ ഫോൺ ഇല്ലാതെയൊന്നും ഇവർക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. ഒരു മൊബൈൽ ഫോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് വൃത്തിയോട് വേണമെങ്കിലും ചെയ്യും. അപ്പം അതിനൊക്കെ അവർക്ക് ക്യാഷ് വേണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ മോർഫ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പലർക്കും വിറ്റ് കഴിയുമ്പം ഇവർക്ക് വേണ്ടതിൽ ആവശ്യത്തിലധികം ക്യാഷ് ഇവരുടെ കയ്യിൽ വരികയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതിലെ ഒരു കുട്ടിയോട് ഇവർ സംസാരിച്ചപ്പം ആ ഒരു കുട്ടി പറയുന്നത്, എൻ്റെ വീട്ടുകാർ എന്നെ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ പുറത്തിറങ്ങിയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതമൊക്കെ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയണത്. അപ്പം അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. പക്ഷെ പൈസേൻ്റെ മുമ്പിൽ പൈസ വേണം എന്നുള്ള രീതിയിൽ, അവർക്ക് ജോലിയായിട്ട് നടക്കാൻ വേണ്ടി പൈസ വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഓരോരോ വൃത്തിയായിട്ട കാര്യങ്ങളാണ് ഈ ഒരു കുട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല, തങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പം എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിക്കുന്നത്? അതും എന്താണ് ഇവരൊക്കെ ചെയ്യേണ്ടത്? അതും ചെറിയ കുട്ടികൾ, അതായത് വകതിരിവ് വരാത്ത കുട്ടികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പം 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര അധികം ഒരു കുരുട്ട് ബുദ്ധിൻ്റെ ആൾക്കാരല്ല. പക്ഷേ ഈ ഒരു 2000 കഴിഞ്ഞിട്ടുണ്ടായ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിവരം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. അത് അവർ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജനിക്കുമ്പോൾ തന്നെ, അതായത് കൈയക്ഷരം, അതായത് പഠിക്കുമ്പം എഴുതി പഠിക്കാൻ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും മൊബൈൽ ഫോണിൽ അവർ ചെയ്യും. അവരതിനെക്കുറിച്ച് നല്ല രീതിയിൽ ബോധവാനാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനൊന്നും പറ്റില്ല. രക്ഷിതാക്കളെ വേണം ഇതിൽ ഒന്നും കൂടി നമ്മൾ കുറ്റം പറയാനായിട്ട്. കാരണം ഇന്നത്തെ രക്ഷിതാക്കൾ പലരും കുട്ടികളെ അങ്ങനെ ഒന്നും, അതായത് എൻ്റെ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് വേണം പറയാനായിട്ട്. കുട്ടിയുടെ കയ്യിൽ ഇപ്പം നീ അത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് മൊബൈൽ ഫോൺ ഒരു സമ്മാനമായിട്ട് തരാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫാമിലീസൊക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലാവരെയും ഒന്നടങ്കം ആക്ഷേപിച്ചല്ല ഞാൻ ഈ പറയുന്നത്, കുറച്ച് പേര്.
അതായത് കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഗ്സിനെ കുറിച്ച്. അതായത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടിട്ടില്ല, അതായത് ഈ ഒരു പ്രായപരിധിയിൽപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് ഈ ഒരു ഡ്രഗ്സ് വരെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വാങ്ങാനും ഇവർക്ക് പൈസ വേണം. ഈ ഒരു ഫോണ് എന്തൊക്കെ ഇല്ലെങ്കിലും ഒരു കുട്ടിക്ക് ഫോൺ വേണം. അതെന്താണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും അവനൊരു ഫോൺ എന്തായാലും സ്വന്തമായിട്ട് ഒപ്പിച്ചെടുക്കും. അതിനവന് പൈസ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു കുട്ടികൾ ഇങ്ങനത്തെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എന്തായാലും ആ ഒരു വ്ളോഗർ ഫാമിലിനോട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കുട്ടികൾ ചെയ്തിട്ടുള്ളത് ഭയങ്കര ക്രൂരത തന്നെയാണ്. അവരിപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അതായത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു 15 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആകുന്ന പ്രായത്തിൽ അവൻ പല രീതിയിലും വഴിതെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെറുപ്പത്തിലൊരു കുട്ടീനെ എത്ര അധികം കെയർ ചെയ്തിട്ടാണോ വളർത്തുന്നത്, അതേ ഒരു കെയർ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു കുട്ടീൻ്റെ സ്വഭാവം ഏത് രീതിയിലും വേണമെങ്കിലും തിരിഞ്ഞു പോകാവുന്ന ഒരു സമയമാണത്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെതായ കെയർ കൊടുത്തിട്ട് വേണം രക്ഷിതാക്കൾ കുട്ടികളോട് സമീപിക്കാനും ഇടപഴകാനും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മുന്നോട്ട് നോക്കി അവരെ നയിച്ചു കൊണ്ടുപോകാനും വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. എന്നാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് കെണിയായിട്ട് വരികയും ചെയ്യും. ഈ ഒരു വയനാടൻ വ്ളോഗർ എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി സോഷ്യൽ മീഡിയയിലൂടെ നല്ല അത്യാവശ്യം പബ്ലിസിറ്റി ആയിട്ടുള്ള നല്ലൊരു വരുമാനം കണ്ടെത്തുന്ന നല്ല രീതിയിൽ ജീവിതത്തെ കെട്ടിപ്പടുത്ത് ഉയർത്തിയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം അവർക്ക് സോഷ്യൽ മീഡിയ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊരു വിപത്ത്, അതായത് ഇങ്ങനെയൊരു ക്രൈസിസ് അവർ തീരെ പ്രതീക്ഷിക്കാതെയാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അതും സോഷ്യൽ മീഡിയ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് 2 സൈഡുകളുണ്ട്. ഒന്ന് നല്ലതാണ്, ഒന്ന് ചീത്തയാണ്. ചില തലതെറിച്ച പിള്ളേരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സേഫ്റ്റിയോട് കൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പം, ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പം മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.